Hey guys, welcome back. അപ്പോൾ നമ്മൾ ഇന്നൊരു പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അതിനായിട്ട് എനിക്ക് 2500 ജംസ് വേണം. അപ്പോൾ എനിക്ക് 2400 ജംസ് ഉള്ളു. അതിനായിട്ട് ഞാൻ ക്വിസ്റ്റിൽ പോയി കയറി നമ്മൾ ആ 200 ഇതങ്ങ് ക്ലെയിം ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇന്ന് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് 2 ഇതെങ്കിലും മേടിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2500 ആണ്. അപ്പോൾ നമുക്ക് ഇൻസെൻ കോമ്പനി സ്ട്രൈക്കറായിട്ട് പേരെ ഗൈസ് ഞാൻ മൂക്കൊലിപ്പായിട്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് ശബ്ദം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ലെഫ്റ്റ് വിങ് ഹസാർഡ്, ഡെബ്രൂൻ ഇവരൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇനിയും പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. ഒക്കോച്ച, ലിസാർഡ്, യു, ഇസാക്ക്, റിയാസ്, ജോ നേവിസ്. കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. അങ്ങനെ അപ്പോൾ എനിക്ക് ഏതെങ്കിലും 100 പ്ലേയേഴ്സിനെ കിട്ടിയാൽ മതി. 100 or 99 ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. പാക്ക് ഓപ്പണിംഗ് ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇറ്റ്സ് എ വിൻ റിവാർഡ് ഗൈസ്. ഇറ്റലി, റൈറ്റ് വിങ്, ടൊറൻറ്റോ. മൈ ഗോഡ് ഗൈസ്, നമ്മൾ 100 റേറ്റഡ് എന്ന് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. പക്ഷെ നമ്മൾ 100 റേറ്റഡ് തന്നെ കിട്ടി ഗൈസ്. ഞാൻ 98 105 പ്രതീക്ഷിച്ചത് കിട്ടൂല, ചുമ്മാതെയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത് റിയലാണ് ഗൈസ്. നമുക്ക് എന്തായാലും എൻ്റെ ടീമിലിടാം ഗൈസ്. ഞാൻ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തായിരുന്നു. 95 റേറ്റഡ് വിൻഡർ വൈൽഡിൻ്റെ ആളെ ഞാൻ റിപ്ലേസ് ചെയ്യണം ഗൈസ്. അപ്പോൾ എനിക്ക് 2 മാസ്റ്റർ ആനോസിന് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എക്സ്ചേഞ്ചിൽ പോവാണ് ഗൈസ്. അപ്പോൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ ഇതൊക്കെ എന്താ പറയുക, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. 2 മില്യൺ വർത്ത് കയ്യിലുണ്ട് ഗൈസ്. അവൻ നമുക്ക് സെല്ല് ചെയ്ത് കളയേണ്ടതാണ്. യെസ് ഗൈസ്, ഒരു മാസ്റ്ററാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. യെസ് ഗൈസ്, കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇത് ഹാളൻ, ഗ്രിയസ്മാൻ, കലാലു, ഡാനിലോ വീണ്ടും കിട്ടാൻ പോവാണ്. ഞാൻ ക്വിസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത കുറേ ജംസ് കിട്ടും ഗൈസ്. അതാണ് ഞാൻ ക്വിസ്റ്റ് കംപ്ലീറ്റ് ജംസ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മാർക്കറ്റ് ഇതുവരെ അൺലോക്ക് ആയിട്ടില്ല ഗൈസ്. ഞാൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തായിരുന്നു ഈ ഇടയ്ക്ക്. അതുകൊണ്ട് നമുക്ക് ടീമിലേക്ക് പോകാം ഗൈസ്. ടീമിലേക്ക് പോയിട്ട് ഇവനെ റാങ്കപ്പ് ചെയ്യാം. എന്നിട്ട് സ്കിൽ പോയിൻറ്റ്സ് ഉപയോഗിക്കണം, ട്രെയിനിങ് ചെയ്യണം ഗൈസ്. അപ്പോഴാണ് ഒരു ഇത് വരത്തുള്ളൂ, എൻ്റെ ഒരു സുഖം വരത്തുള്ളൂ ഗൈസ്. തൃപ്തി വരും ഗൈസ്. 2 ലെവൽസ് റാങ്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കിൽ പോയിൻറ്റ്സ്, പാസ്, ഡെക്സിനിറ്റി, പാസിങ് വേറെ സെക്കൻഡറി പൊസിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. ഉണ്ട് ഗൈസ്. റൈറ്റ് മിഡ് ആയിട്ട് ഇരിക്കാം, കാമായിട്ട് കളിക്കാം ഗൈസ്. നമുക്ക് സെക്കൻഡറി പൊസിഷൻ എടുത്തിട്ട് വലിയ സീനില്ല. അതുകൊണ്ട് നമുക്ക് ഡെസ്റ്റിനിറ്റി നമുക്കിനി റാങ്കപ്പ് അല്ല ട്രെയിനിങ് ചെയ്യാം. നമുക്ക് ഒരു മാക്സ് ചെയ്യാം ഗൈസ്. 12 ലെവലാണ് അയാളുടെ മാക്സ്. പ്ലേയേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. പ്ലേയേഴ്സ് നമ്മൾ റാങ്കപ്പ് ചെയ്തു, ട്രെയിനിങ് ചെയ്തു. നമ്മുടെ ഓവർ സ്റ്റിൽ 92 തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ ക്ലെയിം ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ ഇത് നമ്മൾ മൂവ്മെൻറ്റ് കാർഡാണ് ഗൈസ്. എനിക്കറിയാം ഇതിനകത്ത് ഏതെങ്കിലും ഇംഗ്ലീഷ് യെസ് ഗൈസ്, ഇംഗ്ലീഷ് വർക്കൗട്ട് സെൻറ്റർ ബെല്ലിങ്ങും ഗൈസ്. ബെല്ലിങ്ങും ജസ്റ്റ് കീപ് ഇറ്റ് അല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാം. പിന്നെ 3000 നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇതൊക്കെ മൊത്തം ക്ലെയിം ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് 100 റേറ്റഡ് പ്ലേയേഴ്സൊക്കെ കിട്ടിയല്ലോ, അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഗൈസ്. ഒരു മാസ്റ്റർ വായനം കൂടെ നമുക്ക് കിട്ടാൻ ക്ലെയിം ചെയ്യാനുണ്ട്. ഇതാകണ്ടോ നമുക്ക് മൊത്തത്തിൽ 3000 ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2500 പിന്നെ ആവോ. നമുക്കെന്തായാലും പിന്നുള്ളത് ചെയ്ത് നോക്കാം.
സെൽ ഓർഡറാണ് ഗൈസ്. അത് ഈസിയാണ്. നമുക്ക് അത് ആ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്ലീൻ ഷീറ്റോ? അപ്പോൾ നമുക്ക് 2000 അല്ല 200 ജംസ് കിട്ടാൻ പോകുന്നു. അത് നമുക്ക് ക്ലെയിം ചെയ്തിട്ട് പോകാം ക്ലീൻ ഷീറ്റിൽ ഗൈസ്. ഇനി ഇല്ല ഗൈസ്. ഇനി നമുക്ക് അടുത്തത് 1500 ഇതുവരെ ആയിട്ടുള്ളൂ. നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ഗൈസ് നമുക്ക് ആ കഹിലിനെ സെല് ചെയ്യാം ഗൈസ്. കഹിൽ എവിടെ? കഹിലിന് നമ്മൾ അറിയാതെ നമ്മൾ മാസ്ട്രാന് ഓർഡർ ഇട്ട് കൊടുത്തു. മാസ്ട്രാന് വേറെ ആരെങ്കിലും കൊണ്ട് റാങ്ക് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് ഇത് സെറ്റായിട്ടുണ്ട്. ഇതും ക്ലെയിം ചെയ്യാം ഗൈസ്. യെസ്, കമോൺ. വേറെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. പിന്നെന്താണ്? വേറെ 5 ഔട്ട് ഓഫ് എന്താണ് ഗൈസ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കെന്തായാലും സെൽ ഓർഡർ ഇപ്പോൾ 1700 അത്ര ആയിട്ടുള്ളൂ ഗൈസ്. നമ്മൾ നല്ല വട്ടത്തിൽ മൂടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും ജസ്റ്റിലൊന്ന് കയറി നോക്കാം. വീണ്ടും അത് വർക്കൗട്ട് ആവുന്നു ഗൈസ്. ഇത് വർക്കൗട്ടായ നന്നായിരുന്നു. എന്താ ട്രൈ ചെയ്യണമെങ്കിൽ എന്താണ് ക്ലെയിം ചെയ്യാനുള്ളത്? ഇനി ഇതെല്ലാം ക്ലെയിം ചെയ്തല്ലോ. നമ്മളെല്ലാം ക്ലെയിം ചെയ്തു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇത് എന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ജംസ് സ്റ്റോറിലുണ്ട് ഗൈസ്. ജംസ് ഒരു 100 ജംസ് കിട്ടാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരിക്കും. 100 ജംസ് കിട്ടാനുള്ള വകുപ്പ് അത് ഉറപ്പാണ് ഗൈസ്. അതുറപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് അല്ല ഏതിലായിരുന്നു അത് മറന്നുപോയി ഗൈസ്. FC പോയിൻറ്റ്സ് ആ ജംസിലാണ് ഗൈസ്. അതിനകത്തൊരു 100 കിട്ടത്തുള്ളൂ. വാച്ച് ആഡ് ചെയ്യണം. ഇപ്പം എന്തായാലും ചെയ്യേണ്ട. നമുക്ക് എന്തായാലും 100 സാധനം ഒരു മാസ്റ്ററാനുണ്ട്. ആരെങ്കിലും റാങ്ക് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൽ ഇതാണ് അവസ്ഥ. റിസർവ്സ് നോക്കാം ഗൈസ്. നമുക്ക് ക്യാസിലാസിന് തന്നെ റാങ്ക് അപ്പ് ചെയ്യാം. അതായിരിക്കും ഓപ്ഷൻ ഗൈസ്. അടുത്ത വീഡിയോയിൽ എൻ്റെ അക്കൗണ്ട് വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ പറ ഗൈസ്. ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യണോ അതോ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയോ എന്ന് നിങ്ങൾ പറയണം ഗൈസ് കേട്ടോ. നമ്മൾക്ക് കിട്ടിയ പ്ലെയറിൻ്റെ പേര് ബെർണാർഡ് ഡേക്കി എന്നും പറഞ്ഞൊരു പ്ലെയറാണ്. വായിക്കൊള്ളാത്ത പേരാണ് ഗൈസ്. ഇച്ചിരി സീനാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് ഗൈസ്. ഇന്ന് നമുക്കൊരു 1-2 ഫൈനലി നമുക്കൊരു 1-2 പ്ലെയറിനെ കിട്ടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്.